നമസ്കാരം. അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ മരവിക്കുന്ന തണുപ്പിലും കൊടും ചൂടിലും ചോര ചീന്തി ഈ രാജ്യത്തെ കാക്കുമ്പോൾ ഡൽഹിയിലെയും ശ്രീനഗറിലെയും എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് പാകിസ്ഥാന് പ്രണയലേഖനം എഴുതുന്ന നേതാക്കളുടെ മനസ്സ് എന്തായിരിക്കും? ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിമാരായ ഫാറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് മണിശങ്കർ അയ്യർ തുടങ്ങിയവർ ചേർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് അയച്ച കത്ത് ഭീകരതയുടെ ഇരകളായ ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെയും രാജ്യത്തിനായി ജീവൻ ബലി നൽകിയ ധീര രക്തസാക്ഷികളുടെയും നെഞ്ചിലേക്കടിക്കുന്ന ആണിയാണ്. 117 പേർ ഒപ്പിട്ട ഈ കത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ അജണ്ടയും ഇവർ മൂടിവെക്കാൻ ശ്രമിക്കുന്ന പാക് ഭീകരതയുടെ കറുത്ത ചരിത്രവും നാം തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഒരു കൂട്ടം ബുദ്ധിജീവികളും രാഷ്ട്രീയക്കാരും മുൻ നയതന്ത്രജ്ഞരും ചേർന്നാണ് ഈ കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് 61 ഇന്ത്യക്കാരും 56 പാകിസ്ഥാനികളുമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേര് സെന്റർ ഫോർ പീസ് ആൻഡ് പ്രോഗ്രസ് എന്നാണ്. കേൾക്കാൻ നല്ല ഗമയുള്ള പേര്. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്താണ്? കാശ്മീരിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും തങ്ങളുടെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ സ്വാധീനം തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാൻ അനുകൂല നിലപാടുള്ള വോട്ടർമാരെ പ്രീണിപ്പിക്കുക. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ല എന്ന ഭാരത സർക്കാരിന്റെ ശക്തമായ ആഗോള നിലപാടിനെ ആഭ്യന്തരമായി ദുർബലപ്പെടുത്തുക. സാമ്പത്തികമായി തകർന്ന് ലോകത്തിനു മുന്നിൽ ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി നാണം കെട്ടു നിൽക്കുന്ന പാകിസ്ഥാന് ഒരു രക്ഷാകവചം ഒരുക്കുക. മിർവൈസ് ഉമർ ഫറൂഖും മെഹബൂബ മുഫ്തിയും ഉയർത്തുന്ന വാദങ്ങൾ കേട്ടാൽ തോന്നും പാകിസ്ഥാൻ എന്തോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്ന്. അമേരിക്കയ്ക്കും ഇറാനും ചർച്ച നടത്തണമെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ആയിക്കൂടെ എന്നാണ് മിർവൈസിന്റെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ശൃംഖലയെ സ്വന്തം മണ്ണിൽ വളർത്തുന്ന ഒരു രാജ്യത്തെയും ഇറാനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന മിർവൈസിന്റെ ബുദ്ധിശൂന്യതയെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? സമാധാനത്തെക്കുറിച്ച് വാചാലരാകുന്ന പ്രതിപക്ഷ നേതാക്കൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ത്യ എന്ന് പാകിസ്ഥാനുമായി സമാധാന ചർച്ചയ്ക്ക് കൈ നീട്ടിയിട്ടുണ്ടോ അപ്പോഴേക്ക് പാകിസ്ഥാൻ തിരിച്ചു നടന്നത് ബോംബുകളും വെടിയുണ്ടകളുമാണ്. 1947 കബാലി ആക്രമണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ കാശ്മീരിനെ ചോരയിൽ മുക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ കബാലികൾ അതിക്രമിച്ചു കയറി. അന്ന് തുടങ്ങിയതാണ് പാകിസ്ഥാന്റെ വഞ്ചനയുടെ ചരിത്രം. 1999 കാർഗിൽ ചതി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി സമാധാനത്തിന്റെ ബസ് യാത്രയുമായി ലാഹോറിലേക്ക് പോയി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി കൈകൊടുത്തു. എന്നാൽ ആ ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് പാക് സൈനിക മേധാവി പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യക്ക് കിട്ടിയത് 100 കണക്കിന് ജവാന്മാരുടെ ജീവനറ്റ ശരീരങ്ങളാണ്. 2001 പാർലമെന്റ് ആക്രമണം. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിന് നേരെ പാക് സ്പോൺസേഡ് ഭീകരരായ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ആക്രമണം നടത്തി. നമ്മുടെ സുരക്ഷാ സൈനികർ ജീവൻ കൊടുത്താണ് അന്ന് ജനപ്രതിനിധികളെ കാത്തത്. 2008 മുംബൈ ഭീകരാക്രമണം. സമാധാന ചർച്ചകൾ ഉഭയകക്ഷി തലത്തിൽ സജീവമായിരുന്ന കാലത്താണ് കടൽമാർഗം എത്തിയ 10 പാക് ഭീകരർ മുംബൈ നഗരത്തെ ചോരക്കളമാക്കിയത്. വിദേശികളടക്കം 166 നിരപരാധികളായ മനുഷ്യരെയാണ് പാകിസ്ഥാൻ അയച്ച ഭീകരർ വെടിവെച്ചു കൊന്നത്. ഇതിലും വലിയ എന്ത് തെളിവാണ് പാക് ക്രൂരതയ്ക്ക് വേണ്ടത്? പഠാൻകോട്ട്, ഉറി, പുൽവാമ ആക്രമണങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും അയൽക്കാരൻ എന്ന നിലയിൽ പാകിസ്ഥാൻ ഒരു അവസരം നൽകിയിരുന്നു. എന്നാൽ അതിന് പകരമായി പഠാൻകോട്ട് എയർബേസിലും ഉറിയിലെ സൈനിക ക്യാമ്പിലും ആക്രമണങ്ങൾ നടന്നു. 2019 പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ജീവനെടുത്ത ക്രൂരമായ ചാവേർ ആക്രമണത്തിന് പിന്നിലും പാകിസ്ഥാന്റെ നേരിട്ട കൈകളുണ്ടായിരുന്നു. ഇത്രയധികം ചോരക്കറ പുരണ്ട ഒരു രാജ്യത്തോട് വീണ്ടും ചർച്ച നടത്തണമെന്ന് പറയുന്ന ഈ നേതാക്കൾക്ക് രാജ്യത്തോടുള്ള കൂറാണോ അതോ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളാണോ പ്രിയം? ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി കത്തയച്ച ഈ നേതാക്കളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇവർക്ക് പാകിസ്ഥാനോടുള്ള അന്ധമായ സ്നേഹം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ മുൻപ് പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖം ഇന്ത്യക്കാർക്കൊരിക്കലും മറക്കാനാവില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം നന്നാവണമെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റണം. അതിനായി പാകിസ്ഥാൻ ഞങ്ങളെ സഹായിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സ്വന്തം രാജ്യത്തെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ പുറത്താക്കാൻ പാകിസ്ഥാന്റെ സഹായം തേടിയ മണിശങ്കർ അയ്യർ ഇപ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല.
നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പലപ്പോഴും ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റേതാണ്, അത് പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് അദ്ദേഹം. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ ചൈനയുടെ സഹായം തേടുമെന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ ഒരു പ്രദേശത്തെ പാകിസ്ഥാൻ എഴുതി കൊടുക്കാൻ മടിയില്ലാത്ത ഇത്തരം നേതാക്കളാണിന്ന് സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞു വരുന്നത്. PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി കാശ്മീരിലെ വിഘടനവാദികൾക്ക് പരോക്ഷമായി എന്നും പിന്തുണ നൽകിയിട്ടുള്ള നേതാവാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് അവർ പറഞ്ഞത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയാൽ ഈ മണ്ണിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്താൻ ഇവിടെ ഒരാൾ പോലും ബാക്കി ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ ഇന്ന് കാശ്മീരിലെ ലാൽ ചൗക്കിൽ അഭിമാനത്തോടെ ഇന്ത്യൻ പതാക പാറിക്കളിക്കുമ്പോൾ മെഹബൂബയുടെ പ്രവചനങ്ങൾ പാഴ്വാക്കായി മാറി. കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാൻ പരമാവധി ശ്രമിച്ച മെഹബൂബയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് സമാധാനത്തിന്റെ കവാടങ്ങൾ തുറക്കണമെന്ന് പറയുന്നതിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള കാശ്മീരിലെ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാക്കളെ ഭയപ്പെടുത്തുന്നത്. കാശ്മീർ പഴയതുപോലെ അശാന്തമായി തുടർന്നാലേ തങ്ങളുടെ കുടുംബ ഭരണവും വിഘടനവാദ രാഷ്ട്രീയവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഇവർക്കറിയാം. ഇപ്പോൾ തീവ്രവാദികളുടെ എണ്ണം കാശ്മീരിൽ ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളെല്ലാം ഇന്ത്യൻ സൈന്യം അതിശക്തമായി തടയുന്നു. സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാന് മുൻപത്തെ പോലെ ഭീകരർക്ക് പണം നൽകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. കാശ്മീരിലെ സാധാരണ ജനങ്ങൾ സമാധാനവും വികസനവും ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും പാകിസ്ഥാനെ വീണ്ടും ചിത്രത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടി ഈ കപട സമാധാനവാദികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ രാജ്യസ്നേഹികളായ ഓരോ ഭാരതീയന്റെ നിലപാട് ഒന്നേ ഉള്ളൂ. ചോര ചിന്തുന്ന കൈകളുമായി ചർച്ചയുടെ മേശപ്പുറത്തേക്ക് വരാൻ ആരെയും അനുവദിക്കരുത്. പാകിസ്ഥാൻ ഒരു വശത്ത് ജവാന്മാരെ കൊന്നൊടുക്കാൻ ഭീകരരെ അയക്കുകയും മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന കപട നയമാണ് കാലങ്ങളായി തുടരുന്നത്. അതിന് കുടപിടിക്കാൻ ഇന്ത്യയിലെ ചില രാഷ്ട്രീയക്കാർ തയ്യാറാകുന്നത് തികച്ചും അപലപനീയമാണ്. BJP ഈ വിഷയത്തിൽ ഉയർത്തിയ വിമർശനം 100% ശരിയാണ്. ഫാറൂഖ് അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും നിലകൊള്ളേണ്ടത് ഭീകരതയുടെ ഇരകളായ സ്വന്തം ജനങ്ങൾക്കൊപ്പമാണ്, അല്ലാതെ അതിന് കാരണക്കാരായ പാക് ഭരണകൂടത്തിനൊപ്പമല്ല. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ല. അമേരിക്കയുടെയോ മറ്റ് വിദേശ രാജ്യങ്ങളുടെയും മാതൃകയല്ല ഇന്ത്യ പിന്തുടരേണ്ടത്. ഭാരതത്തിന്റെ സുരക്ഷയും പരമാധികാരവും പണയം വെച്ചുകൊണ്ട് ഒരു ചർച്ചയും ആവശ്യമില്ല. പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ പൂർണ്ണമായും തകർക്കുകയും ഇന്ത്യക്കെതിരായ നിഴൽ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അവരുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകളും പാടില്ലെന്ന ഉറച്ച നിലപാടിൽ രാജ്യം മുന്നോട്ട് പോകണം. പ്രതിപക്ഷ നേതാക്കളുടെ ഈ പാക് സ്നേഹത്തിന് പിന്നിലെ യഥാർത്ഥ മുഖം പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ വോട്ട് ബാങ്ക് താൽപര്യങ്ങൾ. തീവ്രവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി സുരക്ഷിതമായൊരു ഭാരതം കെട്ടിപ്പിടിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കപട സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുന്നവരുടെ അജണ്ടകൾ ജനം തള്ളിക്കളയുക തന്നെ ചെയ്യും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.